കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിൽ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും ക്രൂരവും ആസൂത്രിതവുമായ കുറ്റകൃത്യങ്ങളിലൊന്നാണ് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി മർദ്ദിച്ച സംഭവം. ശാരീരികമായ പരിമിതികളെ പോലും പരിഗണിക്കാതെ പണത്തിനു വേണ്ടി ഒരു സംഘം യുവാക്കൾ നടത്തിയ ഈ നീക്കം സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാം എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ എങ്ങനെ ഒരു ചതിക്കുഴിയായി മാറ്റാമെന്നതിന്റെ ഭീകരമായ ഉദാഹരണമാണിത്. കൊല്ലം നല്ലിള സ്വദേശിയായ 30 വയസ്സുകാരനായ യുവാവാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായത്. ജന്മനാ ശ്രവണ സംസാര പരിമിതിയുള്ള ഇദ്ദേഹം ഉപജീവനത്തിനായി കൊച്ചിയിൽ ഫുഡ് ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്നു. കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഈ യുവാവിനെ 1 മാസം മുൻപാണ് പ്രതികളിൽ ഒരാളായ സഫീന ഷുക്കൂർ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത്. ആദ്യം സാധാരണ രീതിയിലുള്ള സൗഹൃദ സംഭാഷണങ്ങളിലൂടെ തുടങ്ങിയ ബന്ധം പിന്നീട് സഫീന മനഃപൂർവ്വം വഴിവിട്ട ചാറ്റിങ്ങുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. യുവാവിന്റെ പരിമിതികളെ തങ്ങളുടെ തട്ടിപ്പിനുള്ള വളമാക്കിയെടുക്കുകയായിരുന്നു ഈ ക്രിമിനൽ സംഘം. സഫീന യുവാവുമായി ചാറ്റ് ചെയ്യുന്നത് അവളുടെ സുഹൃത്തും കേസിലെ 2ാം പ്രതിയുമായ അമൽ വേണുഗോപാൽ കൃത്യമായി അറിഞ്ഞിരുന്നു. സത്യത്തിൽ യുവാവിനെ കെണിയിൽ വീഴ്ത്താൻ ഓരോ സന്ദേശവും അയച്ചിരുന്നത് ഇവരുടെ കൂട്ടായ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു.